ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അനീഷ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൈക്കയിൽ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. കോമൺലി ഞാൻ സാധാരണമായി വാങ്ങുന്ന പ്രൊഡക്റ്റ് അല്ല ഇത്. വേറൊരു ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഷാമ്പും കണ്ടീഷണറും തീരാറായി. ഞാൻ യൂസ് ചെയ്യാറ് ലോറിയാലിൻ്റെ പ്രൊഫഷണലിൻ്റെ ഷാമ്പു ആണ് യൂസ് ചെയ്യാറ്, കണ്ടീഷണറും. അപ്പോൾ അല്ലെങ്കിൽ ബോഡി ഷോപ്പിൻ്റെ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യാറ്. അപ്പോൾ കുറേ റിവ്യൂസ് ഞാൻ ബ്ലെൻഡിൻ്റെ കണ്ടു, ഷാമ്പും കണ്ടീഷണറും നല്ലതാണെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ബ്ലെൻഡിൻ്റെ ഷാമ്പും കണ്ടീഷണറും വാങ്ങിച്ചു. ഇത് ബ്ലെൻഡിൻ്റെ സാലോൺ ലൈക്ക് ഹെയർ ഫാൾ കൺട്രോൾ ഷാമ്പു. ഹെയർ ഫാളിൻ്റെ ഒരു കൺട്രോൾ ഷാമ്പു ആണ്, ബ്ലെൻഡിൻ്റെ തന്നെ. എൻ്റെ ഹെയർ ഫാൾ കൂടുതലാണ്. ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഫാൾ വളരെ കൂടുതലാണ്. പിന്നെ ഓയിലി സ്കാൽപ്പാണ്, ഡാൻഡ്രഫ് ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഹെയറിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഫോർഹെഡ് വളരെ വലുതാണ്. എങ്ങനെ എന്തൊക്കെ ചെയ്താലും എൻ്റെ ഹെയർ ഫ്രണ്ടിലോട്ട് വരില്ല, ബാക്കിലോട്ടേക്ക് എൻ്റെ ഇത് കിടക്കുള്ളൂ. പക്ഷെ ഹെയർ ഷൈനിയാണ്. അപ്പോൾ വേറെ ഇതിൻ്റെ ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്നാലും ഞാനപ്പോൾ ബ്ലെൻഡിൻ്റെ യൂസ് ചെയ്ത് നോക്കി. ഞാനിത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഞാനതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഹെയറിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഷാമ്പു കണ്ടീഷണറും ഇട്ടതിന് ശേഷമുള്ള എൻ്റെ ഹെയറാണ് കാണുന്നത്. എനിക്കിഷ്ടപ്പെട്ടു സാധനം. ഇതിൻ്റെ തന്നെ കണ്ടീഷണർ ഉണ്ട്, എയർ ഫാളിൻ്റെ തന്നെ ബ്ലെൻഡിൻ്റെ കണ്ടീഷണർ ഇതാണ്. അങ്ങനെ ഈ ഷാമ്പു കണ്ടീഷണറാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ സൺസ്ക്രീൻ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ അക്കോളജിക്കും ഡോട്ട് ആൻഡ് കീ ആണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ മിനിമലിസ്റ്റിൻ്റെ വാങ്ങിച്ചിരുന്നു. പക്ഷേ മിനിമലിസ്റ്റിൻ്റെ എൻ്റെ ഫേസിൽ വൈറ്റ് കാസ്റ്റിംഗ് തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് ഡോട്ട് ആൻഡ് കീയും അക്കോളജിക്കാണ്. അപ്പോൾ അതിന് വൈറ്റ് കാസ്റ്റിംഗ് ഇല്ല. അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചു വേറൊരു സൺസ്ക്രീൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫോക്സബിളിൻ്റെ, ഇത് ഞാൻ റിവ്യൂ കണ്ടതാണ്. ഫോക്സബിളിൻ്റെ ഒരു സൺസ്ക്രീൻ, ചെറിയൊരു പാക്കാണ്. എനിക്ക് തോന്നുന്നു 200 സംതിങ് എങ്ങാണ്ടാണ് തോന്നുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത്. റേറ്റ് കാണുന്നില്ല. നൈക്കയാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഇട്ട് നോക്കി, ഇത് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന സൺസ്ക്രീൻ ഇതാണ്. വൈറ്റ് കാസ്റ്റിംഗ് ഇല്ല, വളരെ നല്ലതാണ്. ചെറിയൊരു ബോട്ടിൽ ഞാൻ ട്രൈ ചെയ്തത് ഒരു 50 ml ആണ്. അപ്പോൾ ചെറിയ ബോട്ടിൽ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ വേറെ ബോട്ടിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അതുപോലെ സൺസ്ക്രീൻ മെയിൻ ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സൺസ്ക്രീമാണ്. അതിൻ്റെ സ്റ്റോക്കൊക്കെ തീർന്നിട്ട് ഇപ്പോൾ ആകെ മോഹഡ സ്പ്രേയിങ് സൺസ്ക്രീൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എർത്ത് ഒരു സൺസ്ക്രീൻ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. ഇതും 50 SPF ആണ്. ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ സ്പ്രേ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആണെന്ന് പറയുന്നു. അപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പം തോന്നിയില്ല. സ്പ്രേ ആകുമ്പോൾ നമുക്ക് ഔട്ട്ഡോറൊക്കെ പോകുമ്പോൾ, പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്കിപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാലും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതും എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നി. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, ഞാൻ ബ്ലെൻഡിൻ്റെ ഷാമ്പും കണ്ടീഷണറും വാങ്ങിച്ചപ്പോൾ നൈക്കയിൽ ഓഫർ ഉണ്ടായിരുന്നു. 500 സംതിങ് എങ്ങാണ്ടാണ് വന്നതെന്ന് തോന്നുന്നുണ്ട്. രണ്ടും കൂടി വാങ്ങിച്ചിട്ട്. റേറ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു മിനി പാക്ക് കിട്ടി, ഷാമ്പുവിൻ്റെ ബ്ലെൻഡിൻ്റെ. വളരെ ചെറിയൊരു പാക്കാണ്, 20 ml. അപ്പം ഞാൻ മിനി പാക്കിൻ്റെ വലിയൊരു ഫാനാണ് സത്യത്തിലും. അതിൽ കുറേ ഉണ്ട്. മിനി പാക്കിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാൻ മിനി പാക്കാണ് നല്ലത്. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഷോപ്പിങ്ങിന് നൈക്കയെന്നാണ്. അപ്പം നൈക്കയിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിനി പാക്സ് കിട്ടും. അതുപോലെ അപ്പം ഞാൻ അങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. അപ്പം അതാകുമ്പോൾ ഷാമ്പു, കണ്ടീഷണർ, മോയ്സ്ചറൈസറൊക്കെ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാനായിട്ട് സുഖമാണ്. അപ്പം ഞാൻ ഇത് കിട്ടി. ഇനി നെക്സ്റ്റ് പർച്ചേസിങ്ങിനോ ട്രാവലിനൊക്കെ പോകുമ്പോൾ ഇതായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇത്രയും പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് എല്ലാം എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ യൂസ്ഫുൾ ആയിരുന്നു. വേറെ സൈഡ് എഫക്റ്റ് വേറെ കാര്യങ്ങളൊന്നുമില്ല. കോമൺലി എനിക്ക് പല പ്രൊഡക്ട്സും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റില്ല. ഒന്ന് സ്കിന്നിന് പ്രോബ്ലം ഉണ്ട്, അലർജിക്കാണ്. പിന്നെ സ്കാൽപ്പിൽ ഓയിലി ഹെയറാണ്. പിന്നെ ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിതെല്ലാം സൂട്ടബിൾ ആണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.